നമസ്കാരം. മാരുതി സുസുക്കിയുടെ ലൈനപ്പിലുള്ള എല്ലാ വാഹനങ്ങളും 2025 അവസാനമാകുമ്പോഴത്തേക്കും 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആക്കും എന്നവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2025 ഏപ്രിൽ മാസം തന്നെ ഈ കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണ നമുക്ക് ലഭിച്ചിരുന്നു. കാരണം മാരുതി സുസുക്കിയുടെ ചെയർമാൻ RC ഭാർഗവ അദ്ദേഹം ഈ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞു. 2025 കഴിയുമ്പോഴത്തേക്കും മാരുതി സുസുക്കിയുടെ എല്ലാ ലൈനപ്പിലുള്ള വാഹനങ്ങൾ, അതായത് എറീന ഷോറൂം വഴി വരുന്ന വാഹനങ്ങളും നെക്സ ഷോറൂം വഴി വരുന്ന വാഹനങ്ങളും, ഈ രണ്ട് വാഹനങ്ങൾക്കും, രണ്ട് കാറ്റഗറിയിൽ വരുന്ന വാഹനങ്ങൾക്കും മൊത്തത്തിൽ 6 എയർ ബാഗ് കൊടുക്കും. അതായത് മാരുതി സുസുക്കിയുടെ വാഹനങ്ങളെല്ലാം ഇനി മുതൽ സ്റ്റാൻഡേർഡ് ആയിട്ട് 6 എയർ ബാഗ് അവർക്കുണ്ടാകും എന്നുള്ളതാണ് അർത്ഥമാക്കിയത്. പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഗവൺമെൻറ് ഈ നോംസ് വളരെ ശക്തമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബലീനോയ്ക്ക് ശേഷം 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആക്കിയ മറ്റൊരു വാഹനമാണ്. അത് മാരുതി സുസുക്കിയുടെ MPV ആയ എർട്ടിഗയാണ്. എഞ്ചിൻ ബേയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാരുതി സുസുക്കി എർട്ടിഗയ്ക്ക് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആക്കി അതിലൂടെ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് കമ്പനി വരുത്തിയിട്ടുള്ളത്, പ്രൈസ് ഹൈക്ക് ഉണ്ടോ, അതല്ല ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ടോ. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. അത്തരത്തിൽ ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. സാധാരണക്കാരെ ഉന്നം വെച്ചുകൊണ്ടുള്ള വാഹനങ്ങൾ തീർച്ചയായിട്ടും മാരുതി സുസുക്കി നിർമ്മിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാഹനം എന്ന് പറയുന്നത് എർട്ടിഗ തന്നെയാണ്. 7 സീറ്റർ കാറ്റഗറിയിൽ വരുന്ന ഒരു വാഹനം സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാരുതി സുസുക്കിയുടെ എർട്ടിഗ തന്നെയാണ്. കാരണം ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 8,97,000 മുതൽ 13,26,000 വരെ ആയിരുന്നു. എന്നാൽ 14,500 രൂപയുടെ പ്രൈസ് ഹൈക്ക് ഉണ്ടായിട്ടുണ്ട് ഈ ഒരു വാഹനത്തെ 6 എയർ ബാഗ് ആക്കിയപ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് 9,11,000 മുതൽ 13,40,000 ആയിട്ട് ഉയർന്നു എന്നുള്ളതാണ്. CNGയിൽ അവൈലബിൾ ആണ്, പെട്രോളിലും അവൈലബിൾ ആണ്. 1462 cc 4 സിലിണ്ടർ ഇൻലൈൻ DOHC കൈൻഡ് ഓഫ് എഞ്ചിനാണ്. നമുക്കറിയാം K50C എന്ന് വിളിക്കുന്ന ആ സ്മാർട്ട് ഹൈബ്രിഡ് എഞ്ചിൻ തന്നെയാണ് ഇവിടെ ഉള്ളത്. സ്മാർട്ട് ഹൈബ്രിഡ് എന്ന് പറയുന്നത് ടോർക്കിനെ ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട് ഒരു ബാറ്ററിയുടെ ഒരു സപ്പോർട്ട് ഈ ഒരു വാഹനത്തിലുണ്ട്. ലിഥിയം അയോൺ ബാറ്ററിയാണ് വന്നിട്ടുള്ളത്. പവറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 102 bhp ആണ്. അത് 6000 RPM ആകുമ്പോഴാണ് ജനറേറ്റ് ചെയ്യുന്നത്. 136.8 Nm ടോർക്ക്, അത് 4400 RPMൽ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു മിഡ് സൈസ് SUV കാറ്റഗറിയിലുള്ള ഒരു വാഹനത്തിൻ്റെ സൈസൊക്കെ ഈ ഒരു വാഹനത്തിനുണ്ട്. ലെങ്ത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4395 mm, വിഡ്ത്ത് ആണെന്നുണ്ടെങ്കിൽ 1735 mm, ഹൈറ്റ് ആണെന്നുണ്ടെങ്കിൽ 1690 mm. അത് മാത്രമല്ല വീൽ ബേസിലേക്ക് നോക്കുമ്പോഴത്തേക്കും 2740 mm ആണ് വീൽ ബേസ് എന്ന് പറയുന്നത്. 209 ലിറ്റർ ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത്. 45 ലിറ്റർ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റിയും ഈ ഒരു വാഹനത്തിനുണ്ട്. ഇപ്പോൾ 4 എയർ ബാഗും കൂടെ അഡീഷണലി വന്നിട്ടുണ്ട്. ടോട്ടൽ ഈ ഒരു വാഹനത്തിന് 6 എയർ ബാഗ് ആക്കി. അത് കൂടാതെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ അപ്ഡേഷൻ എന്ന് പറയുന്നത് പുറകിൽ, അതായത് തേർഡ് റോർ പാസഞ്ചേഴ്സിന് ഒരു AC വെൻറ്റ് സെറ്റപ്പ് കൂടെ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല Type-C USB Type-C ചാർജിങ് പോർട്ടും കൂടെ തേർഡ് റോയിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സീറ്റിംഗ് കംഫർട്ടുള്ള ഒരു വാഹനമാണ് എർട്ടിഗ. ഏറ്റവും പ്രധാനമായിട്ട് ഈ ഒരു വാഹനം ഓടിച്ച സമയത്ത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് നല്ല രീതിക്കുള്ള ടേണിംഗ് റേഡിയസ് ഈ ഒരു വാഹനത്തിനുണ്ട്. നമുക്ക് എവിടെ ചെന്നാലും ഈ ഒരു വാഹനം 4395 mm ഉള്ള ഈ ഒരു വാഹനത്തെ വളരെ ഈസി ആയിട്ട് നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. പ്രധാനമായിട്ട് യാത്രാസുഖം കമ്പാരിറ്റീവ്ലി വളരെ കൂടുതലാണ് ഈ ഒരു വാഹനത്തിന്, എക്സ്പെഷ്യലി സെക്കൻഡ് റോയിലൊക്കെ. കോ ഡ്രൈവർ സീറ്റിലാണെന്നുണ്ടെങ്കിലും ഡ്രൈവർ സീറ്റിലാണെന്നുണ്ടെങ്കിലും ഒക്കെ നല്ല കംഫർട്ടാണ് ഈ ഒരു വാഹനം. ഫാബ്രിക് ക്വാളിറ്റിയൊക്കെ കുറച്ചും കൂടെ ബെറ്റർ ആക്കാമെന്ന് തോന്നിയാലും ഈ ഒരു വാഹനത്തിൻ്റെ ഫാബ്രിക് ക്വാളിറ്റി മോശം എന്നുള്ളതല്ല. സീറ്റിംഗ് കംഫർട്ട് എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും 2024-25 ഫിനാൻഷ്യൽ ഇയറിൽ ഏറ്റവും കൂടുതൽ വിറ്റ MPV വാഹനം എന്ന് പറയുന്നത് മാരുതി സുസുക്കിയുടെ എർട്ടിഗ തന്നെയാണ്. എർട്ടിഗ എന്ന് പറയുന്ന വാഹനത്തിനൊരു കോമ്പറ്റീറ്റർ നിലവിലില്ല എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും ബലീനോയ്ക്ക് ശേഷം ഇപ്പോൾ 6 എയർ ബാഗ് ലഭിച്ച വാഹനം മാരുതി സുസുക്കിയുടെ എർട്ടിഗ തന്നെയാണ്. നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസിംഗിലേക്ക് നോക്കാം. LXA എന്ന് പറയുന്ന ബേസ് വേരിയൻറ്റിന് 9,11,000 രൂപയാണ്. അതിന് മുകളിലുള്ള VXA എന്ന് പറയുന്ന അടുത്ത മോഡൽ, അതിന് 10,20,000 രൂപയാണ്. ഈ രണ്ട് വേരിയൻറ്റും മാനുവൽ ട്രാൻസ്മിഷനാണ്. ഇനി അതിന് മുകളിലുള്ള ZXi എന്ന് പറയുന്ന വേരിയൻറ്റ്, അതും മാനുവൽ ട്രാൻസ്മിഷനാണ്. 11,30,000 രൂപയാണ് അതിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. ഇനി ZXi പ്ലസ് മാനുവൽ ട്രാൻസ്മിഷന് 12 ലക്ഷം രൂപയാണ് എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. ഇനി ഓട്ടോമാറ്റിക്കിലേക്ക് നോക്കുമ്പോഴത്തേക്കും VXi ഓട്ടോമാറ്റിക്കിന് 11,60,000 രൂപയും ZXi ഓട്ടോമാറ്റിക്കിന് 12,70,000 രൂപയും ZXi പ്ലസ് ഓട്ടോമാറ്റിക്കിന് 13,40,000 രൂപയാണ് ഇപ്പോൾ പ്ലേസ് ചെയ്തിട്ടുള്ള വില എന്ന് പറയുന്നത്. ഇനി CNGയിലേക്ക് നോക്കുമ്പോഴത്തേക്കും 26 കിലോമീറ്ററോളം 1 കിലോഗ്രാമിന് ലഭിക്കുന്നുണ്ട്. നമ്മൾ അതിൻ്റെ സ്മാർട്ട് ഹൈബ്രിഡ് പെട്രോൾ വേർഷനിൽ നോക്കുമ്പോഴത്തേക്കും ജസ്റ്റ് 20 കിലോമീറ്റർ മാത്രമാണ് അവർ കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ്. ഈവൻ ദോ ആ വാഹനത്തിന് സ്മാർട്ട് ഹൈബ്രിഡ് ഫീച്ചർ ഉണ്ടായിട്ട് പോലും
VXi CNGക്ക് 11,15,000 രൂപയും ZXi CNGക്ക് 12,25,000 രൂപയാണ് കമ്പനി പ്ലേസ് ചെയ്തിട്ടുള്ളത്. ടാക്സി പർപ്പസിനൊക്കെ ഒരുപാട് VXi മോഡൽ വിറ്റ് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ടോപ്പ് 10 ചാർട്ട് എടുക്കുമ്പോഴത്തേക്കും ടോപ്പ് 4 തീർച്ചയായിട്ടും ഡിസൈർ എന്ന് പറയുന്ന വാഹനം ഉണ്ടായിരിക്കും. നല്ല നല്ല കോണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.